ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു 10 വയസ്സ് താഴെയുള്ള സ്മാൾ സൈസ് സാരിയുടെ ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയത് കേട്ടോ. അതിന് നമ്മൾ സാധാ ഒരു മോഡലിലാണ് തയ്ച്ചിരിക്കുന്നത്. ബാക്കിലേക്ക് കൊളത്തായിട്ട് റൗണ്ട് നെക്കാണ്, സ്ലീവ്ലെസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കൂ. പ്രിൻസസ് കട്ടൊന്നും അല്ല കേട്ടോ, സാധാ മോഡലിലുള്ളതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ സാരിക്ക് വട്ടമൊക്കെ കൂടുതലായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നേ. അപ്പോൾ അത് കാരണം വട്ടം കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഞെറിയൊക്കെ കൂടുതൽ അതിലൊന്നും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്ക് നിങ്ങൾ. ആ ഒരു ചെറിയ സൈസ് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മോഡൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടണം കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് അതുവരെ ഇങ്ങനത്തെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. കണ്ടോ സാരിയുടെ സൈഡിൽ കണ്ടോ ആ ഒരു ബ്ലൗസിൻ്റെ പീസൊക്കെ 2 ഇഞ്ച് വീതിയിൽ തയ്ച്ച് പ്രില്ലൊക്കെ ഇട്ട് കൊടുത്ത് അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിൻ്റെ മുന്താണിയിൽ കണ്ടോ ഞൊറി എടുത്തിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ഫ്ലവറൊക്കെ കുട്ടികൾക്ക് ഒന്നും കൂടി അട്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ട് ഫ്ലവറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ നോക്കിയൊക്കെ. ഞാൻ ആ ഡമ്മിയിൽ പിന്നെ സൂചിയെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നോക്കി നോക്ക്. എന്താ അതിൻ്റെ ഭംഗിയെന്നൊക്കെ നമുക്ക് ഉടുപ്പിക്കുമ്പോൾ അറിയാം. അതിനാണ് ഞാനതൊന്ന് ഉടുപ്പിച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടോ ആ ഞൂറിയൊക്കെ നോക്കി നോക്ക്. നമ്മൾ സാധാ ഡമ്മിയാണ് കേട്ടോ, താഴത്തേക്കൊന്നുമില്ല. എന്നാലും ഞാൻ അരയൊക്കെ അതിൽ ഫിറ്റ് ചെയ്ത് കറക്റ്റായി കണ്ട ഞൂറിയൊക്കെ നോക്കി നോക്ക്. അടിയിലൊക്കെ ശരിക്കും നമ്മൾ ആ ഒരു സാരി തന്നെ, വലിയ ആൾക്കാർ കൊടുക്കുന്ന സാരി തന്നെ, ഒരു മാറ്റമില്ല. അതിൻ്റെ കണ്ട അരപ്പട്ട ഭാഗത്ത് ഇത്തിരി ക്യാൻവാസ് ഉപയോഗിച്ച് കട്ടിയിൽ കൊടുത്തിട്ടുണ്ട്, വീതിയിൽ കണ്ടോ. പുറകിൽ എലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ ആ ഒരു സൈഡൊക്കെ നോക്കി നോക്ക് നിങ്ങൾ. ആ പ്രില്ലൊക്കെ കിടക്കുന്നത് അടിപൊളിയായിട്ടില്ലേ നോക്കി നോക്ക്. സൈഡിലൊക്കെ ശരിക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. എന്തായാലും അതിൻ്റെ ആ പുറകിലുള്ള മുന്താണിയും ഒക്കെ കുട്ടി ഉടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പറഞ്ഞു. അവർ കല്യാണത്തിന് ഫംഗ്ഷന് വേണ്ടി പാർട്ടി വെയർ ആയിട്ടാണ് ഈ ഡ്രസ്സ് അവർ സെലക്ട് ചെയ്തിരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് നോക്കി നോക്ക്. പാർട്ടി വെയർ ആക്കിയിട്ട് ആ കുട്ടി കല്യാണ ഫംഗ്ഷനൊക്കെ പോയപ്പോൾ സൂപ്പറായിട്ടുണ്ട് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആയിട്ട് പോയി കാരണം. അപ്പോൾ എങ്ങനെയുണ്ട് ബാക്കിലേക്ക് കുളത്തൊക്കെ കൊടുത്തിട്ട് കണ്ടില്ലേ. ബാക്കിലും നമ്മൾ ആ ഒരു ഞൊറിയൊക്കെ മുന്താണിയുടെ ഞൊറിയൊക്കെ എത്ര വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾ ഇഷ്ടമായിച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.